ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയും. പക്ഷേ ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് പലപ്പോഴും നമ്മളോട് പറയാൻ മറന്നു പോകും. മുഴുവൻ നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊടുത്ത് പിറ്റേന്ന് നല്ല ഫ്രഷ്നെസ് മനസ്സിലുണ്ടാവണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. സങ്കടങ്ങൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണ്. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ സന്തോഷം ഞാൻ കണ്ടെത്തുമെന്നുള്ള ഒരു ഉറപ്പ് മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് നിതാന്തമായിട്ടുള്ള പരിശ്രമവും കൂടെ വേണം. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പലർക്കും നമ്മളെക്കാൾ കൂടുതൽ വില കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അവർ നമ്മളെ വേദനിപ്പിച്ചു പോകുന്നുണ്ടാകുക. ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന വില മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അവരവർക്ക് ആവശ്യമുള്ളിടത്ത് മാത്രമേ നിർത്തിക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് നമ്മളെ വേദനിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അർഹമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അനർഹമായിട്ടുള്ള പരിഗണനകൾ പലപ്പോഴും അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. സ്വാഭാവികമായും മനുഷ്യന് നന്മ, ശരി എന്നതിനൊക്കെയും അപ്പുറത്തേക്ക് അസൂയ, കുശുമ്പ്, ചതി എല്ലാം ഉള്ള ഒരു ജീവി വർഗ്ഗമാണ് മനുഷ്യൻ. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളിൽ പലർക്കും ഏറിയും കുറഞ്ഞും ഒക്കെ നല്ലതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള വശങ്ങളുണ്ട്. ആ ഒരു അവസരങ്ങളിൽ നമ്മൾ നല്ലതായി എന്നുള്ളത് കൊണ്ട് അവർ നമ്മളെ ഉപദ്രവിക്കാതെ കടന്നു പോകും എന്നുള്ള മിഥ്യാധാരണ ഒന്നും വെക്കാതിരിക്കുക. ജീവിതത്തിൽ നടന്നു പോകുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും, ശരികളുണ്ടാവും. അതിനെയൊക്കെ സധൈര്യം നേരിട്ട് ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു തൻ്റെ ഇടം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഒന്നും പളുങ്ക് പാത്രങ്ങളല്ലെന്നും എപ്പോഴും നമ്മൾ ആരുടെ കൂടെ ആയാലും, സൗഹൃദമായാലും ശരി, ദാമ്പത്യമായാലും ശരി, ആരുടെ കൂടെ ജീവിച്ചു പോകുമ്പോഴും, അത് എന്തൊരു ജോലി സ്ഥലത്തായാലും എങ്ങനെയായാലും ശരി, ജീവിച്ചു പോകുമ്പോൾ എല്ലാ മനുഷ്യരും ഒരാളിൽ നിന്ന് വ്യത്യസ്തരാണ് മറ്റൊരാൾ എന്നുള്ളതും അത് മാക്സിമം പ്രശ്നരഹിതമായി എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നിടത്താണ് അവിടെ ഒരു പരിഹാരങ്ങൾ രൂപപ്പെടുന്നത്. ഒരു കലഹങ്ങൾ ഉണ്ടാക്കുവാനും അടിപിടികൾ ഉണ്ടാക്കുവാനും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ എവിടെ എളുപ്പമാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസമാധാനത്തോടെ മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് എങ്ങനെ ജീവിതത്തിലേക്ക് വിജയകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നിടത്താണ് അവൻ്റെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നത്. ഒരു തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതേ റിസൾട്ട് തന്നെയേ കിട്ടുള്ളൂ. റിസൾട്ടുകൾ മാറണം, ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ആവശ്യമുണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ്. 2 മാറ്റേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളാണ്. 3 മാറ്റേണ്ടത് നമ്മുടെ പ്രവൃത്തികളാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതവും മാറും. അല്ലാതെ ഞാൻ മാറും എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ തന്നെ ഇന്ന് പോകത്തേ ഉള്ളൂ. താങ്ക് യു.